നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golds and Diamonds. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds, തൃപ്രയാർ. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 95 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച കോഴിക്കോട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED പിടിച്ചെടുത്ത പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിന് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൌകര്യമില്ലെന്നും സുരേഷ് ഗോപി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവിന് ട്രിപ്പിൾ ജീവപര്യന്തം വിധിച്ച കോടതി. പുന്നയൂർ കല്ലിവളപ്പിൽ വീട്ടിൽ ഷെഫീഖിനെയാണ് ശിക്ഷിച്ചത്. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. കാഞ്ഞിരക്കോട് സ്വദേശികളെയാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി മൂർത്തിയേടം സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ആദ്യമായാണ് ഇദ്ദേഹം മേൽശാന്തിയാകുന്നത്. വാർത്തകൾ വിശദമായി. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂർ കാച്ചേരി മൈനർ സെമിനാരിയിൽ വിശ്രമത്തിലായിരുന്നു. ഭൌതികദേഹം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഞായറാഴ്ച ഉച്ചയ്ക്ക് തൃശൂർ പുത്തൻപള്ളിയിലെത്തിക്കും. 3:30 വിലാപയാത്രയുണ്ടാകും. 5 മണിക്ക് ലൂർദ് പള്ളിയിലെത്തിക്കും. സംസ്കാര ശുശ്രൂഷ തിങ്കളാഴ്ച രാവിലെ തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടക്കും. തുടർന്ന് ഭൌതികദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. തുടർന്ന് അദ്ദേഹം സ്ഥാപിച്ച ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനത്ത് കബറടക്കം നടക്കും. ദീപ്തവും സൌമ്യവുമായ വ്യക്തിത്വമായിരുന്നു ജേക്കബ് തൂങ്കുഴി പിതാവിന്റേതെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അനുസ്മരിച്ചു. ആർക്കും ഏത് സമയത്തും സമീപിക്കാവുന്ന സഭാ നേതാവായിരുന്നു അദ്ദേഹം. വിശുദ്ധിയാർന്ന ജീവിത മൂല്യങ്ങൾ അവസാന ശ്വാസം വരെ ഉയർത്തിപ്പിടിച്ചതായും അബ്ദുൽ ഖാദർ പറഞ്ഞു. ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹ്യനീതിക്കും മനുഷ്യപുരോഗതിക്കും വേണ്ടി നിലകൊണ്ട ശ്രേഷ്ഠ ജീവിതം നയിച്ച മനുഷ്യസ്നേഹിയായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴിയെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പമാണ് താനെന്ന് എപ്പോഴും സ്വജീവിതത്തിലൂടെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയതായും ശിവാനന്ദൻ പറഞ്ഞു. സമൂഹത്തിന്റെ മുഴുവൻ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് മാർ ജേക്കബ് തൂങ്കുഴിയെന്നും ആതുര ശുശ്രൂഷാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം നൽകിയ സേവനങ്ങൾ തൃശൂരിന് ഒരിക്കലും മറക്കാനാവില്ലെന്നും മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED പിടിച്ചെടുത്ത പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരിന് ഈ പണം സ്വീകരിച്ച് നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ ഇടപെടണമെന്ന വയോധികയുടെ ആവശ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള സുരേഷ് ഗോപിയുടെ നിർദ്ദേശം വിവാദമായി. പ്രധാനമന്ത്രിയുടെ 75ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ നമോ ടീ സ്റ്റാളിൽ മധുരപലഹാരങ്ങളും പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്തു. BJP തൃശൂർ സൌത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാർ, മണ്ഡലം പ്രഭാരി KP ഉണ്ണികൃഷ്ണൻ, സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം, മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അതുകൊണ്ട് പറയുന്ന എല്ലാം വളരെ കർശനമായി തന്നെ പറയും. അതിനകത്ത് ദയയും കരുണയും. ഇത് ED പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്. പരസ്യമായിട്ടാ പറയുന്നത്. അതിന് നിങ്ങളുടെ MLA കാണണം. അപ്പൊ പിന്നെ എന്റെ മുഖത്തോട്ട് കയറിക്കും. ഇവിടെ നിങ്ങളുടെ മന്ത്രി ഇവിടല്ലേ താമസിക്കുന്നത്? 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച 43 വയസ്സുകാരന് ട്രിപ്പിൾ ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. പിഴസംഖ്യ അതിജീവിതയ്ക്ക് നൽകാൻ കോടതി വിധി. അകലാട് പുന്നയൂർ സ്വദേശി കല്ലിവളപ്പിൽ വീട്ടിൽ ഷെഫീഖിനെയാണ് ശിക്ഷിച്ചത്. 2021 ഒക്ടോബറിലായിരുന്നു സംഭവം. കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മ മലപ്പുറം ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വടക്കേക്കാട് സ്റ്റേഷനിലെ സീനിയർ SHO മിനിത എടുത്ത മൊഴി പ്രകാരം ഇൻസ്പെക്ടറായിരുന്ന അമൃതരംഗനാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് KN അശ്വതി എന്നിവർ ഹാജരായി. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ കാഞ്ഞിരക്കോട് സ്വദേശികളായ 3 പേരെ വനപാലകർ അറസ്റ്റ് ചെയ്തു.
വടക്കൻ വീട്ടിൽ മിഥുൻ, മങ്കാത്ത് ശിവൻ, KM മുരളീധരൻ എന്നിവരെയാണ് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ B. അശോക് രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പന്നിവേട്ടയുമായി ബന്ധപ്പെട്ട കേസിൽ ദേശമംഗലം സ്വദേശിയായ പല്ലൂർ കിഴക്കേതിൽ മുഹമ്മദ് മുസ്തഫയെ നേരത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രതികൾ അറസ്റ്റിലായത്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം മുർത്തിയേടത്ത് മനയിൽ സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 59-കാരനായ ഇദ്ദേഹം ആദ്യമായാണ് മേൽശാന്തിയാകുന്നത്. ഇത്തവണ മേൽശാന്തി സ്ഥാനത്തേക്ക് 63 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 55 പേരാണ് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരായത്. ഇതിൽ 4 പേർ അയോഗ്യരായി. ബാക്കിയുള്ള 51 അപേക്ഷകരുടെ പേരുകൾ എഴുതി ശ്രീലകത്തിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിലെ വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ചു. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷം നിലവിലെ മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി വെള്ളിക്കുടത്തിൽ നിന്ന് നറുക്കെടുത്തു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ്. നിയുക്ത മേൽശാന്തി ക്ഷേത്രത്തിൽ 12 ദിവസം ഭജനമിരുന്ന ശേഷം ഈ മാസം 30-ന് രാത്രി ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് കാലാവധി. അതുവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ പുറപ്പെടാശാന്തിയായി പൂജാകർമ്മങ്ങൾ നിർവഹിക്കും. മേൽശാന്തി നറുക്കെടുപ്പിന് ശേഷം വികാരാധീനനായാണ് സുധാകരൻ നമ്പൂതിരി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുവന്നത്. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ സുധാകരൻ നമ്പൂതിരി 4ാം തവണയാണ് മേൽശാന്തി സ്ഥാനത്തേക്ക് അപേക്ഷിക്കുന്നത്. കൂടിക്കാഴ്ച കഴിഞ്ഞ് നറുക്കെടുപ്പ് വരെ ഗുരുവായൂരപ്പ സന്നിധിയിൽ തന്നെ ഉണ്ടായിരുന്നു. നറുക്കെടുത്ത് തന്റെ പേര് വായിച്ചതോടെ സുധാകരൻ നമ്പൂതിരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗുരുവായൂരപ്പന്റെ നിയോഗമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. മേൽശാന്തിയായിട്ട് ഒരു നിയോഗം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് വലിയൊരു ഭാഗ്യമായിട്ട്, ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ 6 മാസക്കാലം ഭഗവാനെ തെറ്റുകുറ്റങ്ങളൊന്നും കൂടാതെ സേവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. സഹോദരൻ മൂർത്തിയേടത്ത് കൃഷ്ണൻ നമ്പൂതിരി 2020-ൽ ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്നാണ് പൂജാവിധികൾ പഠിച്ചത്. ഇതിനുശേഷം ശ്രീകൃഷ്ണപുരം പിതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ പൂജാരിയായി. MA B.Ed ബിരുദധാരിയായ ഇദ്ദേഹം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളായാണ് വിരമിച്ചത്. കവി കൂടിയായ സുധാകരൻ നമ്പൂതിരിയുടെ 2 കവിതാ സമാഹാരങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. മൃദംഗം, ഘടം എന്നിവയും കൈകാര്യം ചെയ്യും. ആകാശവാണി ആർട്ടിസ്റ്റായ ഇദ്ദേഹം വർഷങ്ങളായി ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഇനി 6 മാസക്കാലം കവിതയോടും വാദ്യകലകളോടും താൽക്കാലിക വിട പറഞ്ഞ് ഗുരുവായൂരപ്പ സേവയിൽ മുഴുകും. TCV ഗുരുവായൂർ. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം. താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ അറസ്റ്റിലായ KSU നേതാക്കൾക്ക് വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകി. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ, ഭാരവാഹികളായ ആസിഫ് മുഹമ്മദ്, അജ്മൽ പട്ടേരി, നിഹാൽ റഹ്മാൻ, അൻസാർ മുഹമ്മദ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. അതേസമയം മുള്ളൂർക്കരയിലെ സംഘർഷത്തിൽ SFI പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ പ്രതികളായ KSU നേതാക്കളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ദേശീയപാത 66-ൽ കൊടുങ്ങല്ലൂരിലെ CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഗതാഗത മാർഗം തടയുന്നത് ഒഴിവാക്കാൻ അടിപ്പാത നിർമ്മാണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി.
നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അടിപ്പാത നിർമ്മിക്കൽ അപ്രായോഗികമാണ്. നിർമ്മാണം തുടങ്ങും മുന്നേ സർക്കാരും ജനപ്രതിനിധികളും എവിടെയായിരുന്നു? ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്തു നൽകിയിട്ടില്ല. കേന്ദ്രമാണ് പണം നൽകി സ്ഥലമെടുത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. VP തുരുത്തിൽ ദേശീയപാതയിലേക്ക് കടക്കാൻ മാർഗമില്ലെന്ന പരാതിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ച് മന്ത്രി വിശദീകരണം തേടി. എൽത്തുരുത്ത് സബ് ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായി ഡോക്ടറെ നിയോഗിക്കണമെന്ന ആവശ്യത്തിനുള്ള മറുപടിയിൽ താൻ ആരോഗ്യമന്ത്രിയെ വിളിക്കാമെന്നും ഫലമില്ലെങ്കിൽ സർക്കാർ അനുവദിച്ചാൽ സ്വന്തം ചിലവിൽ 3 മാസത്തേക്ക് ഡോക്ടറെ ഏർപ്പാടാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ പ്രാദേശിക വിഷയങ്ങളും സൗഹൃദ സംഗമത്തിൽ ചർച്ച ചെയ്തു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൌകര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. സിനിമ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ കലുങ്ക സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനിയും വേലായുധൻ ചേട്ടന്മാരെ താൻ അയക്കും. പാർട്ടിക്കാർ തയ്യാറായി ഇരുന്നോളണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്രചരണങ്ങളെ കണക്കിലെടുക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഭൂരഹിത ഭവനരഹിത പട്ടികജാതിക്കാരുടെ പേരിൽ LDF ഭൂമി കുംഭകോണം നടത്തിയെന്നാരോപിച്ച് BJP ഉപവാസ സമരം ആരംഭിച്ചു. വടക്കേനടയിൽ BJP ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് MI വിനോദ് സമരം ഉദ്ഘാടനം ചെയ്തു. ലോകമലേശ്വരം ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, ജനറൽ സെക്രട്ടറിമാരായ TJ ജെമി, IS മനോജ്, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ എന്നിവർ സംസാരിച്ചു. സമാപന യോഗം BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഓൺലൈനായി ലോൺ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 55,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് പ്രതിയെ മലപ്പുറത്ത് നിന്നാണ് അറസ്റ്റ് ചെയ്തത്. എറിയാട് സ്വദേശിനി ചെമ്മാലിൽ വീട്ടിൽ ശ്രീകുട്ടിയാണ് തട്ടിപ്പിനിരയായത്. ഗുരുവായൂർ നഗരസഭയിൽ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്ന ആരോപണം. ഇതുമൂലം ഒരു ഭാഗത്ത് രാത്രി വിളക്കുകൾ പ്രകാശിക്കാത്തപ്പോൾ മറുഭാഗത്ത് വിളക്കുകൾ പകലും തെളിഞ്ഞുകിടക്കുകയാണ്. അറ്റകുറ്റപ്പണി നടത്താനുള്ള കരാർ ഏജൻസി തിരിഞ്ഞു നോക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. തെരുവ് വിളക്ക് പ്രശ്നത്തിൽ കൌൺസിലർമാർ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ മാസങ്ങളായി പരാതി ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ടും പരിഹാരം കാണുന്നില്ല. പൊതുജനങ്ങളെ കൂരിരുട്ടിലാക്കുന്നത് തികഞ്ഞ ഭരണപരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ കുറ്റപ്പെടുത്തി. തെരുവ് വിളക്കുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. 43 വാർഡിലെയും സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കാൻ കരാറെടുത്ത ആ ഏജൻസി എന്തുകൊണ്ടാണ് ലൈറ്റ് നന്നാക്കാതെ ഇത്രയധികം മാസങ്ങളോളം നീണ്ടുപോകുന്നത് എന്ന് ചെയർമാൻ പൊതുജനങ്ങളോട് വെളിപ്പെടുത്താൻ തയ്യാറാവണം. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ചെയർമാനും ഗുരുവായൂർ നഗരസഭയുടെ ഭരണാധികാരികൾക്കുമാണ്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അറിയിച്ചു. ഗുരുവായൂരുള്ളത്ര തെരുവ് വിളക്കുകൾ ജില്ലയിലെ മറ്റൊരു നഗരസഭയിലുമില്ല. ക്ഷേത്ര നഗരിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മഞ്ജുളാൽ മുതൽ പടിഞ്ഞാറേ നടവഴി ആനക്കോട്ട വരെ പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ ഈ മാസം പ്രകാശപൂരിതമാകും. അറ്റകുറ്റപ്പണി നടത്തിയാലും പെട്ടെന്ന് തന്നെ ലൈറ്റുകൾ കേടുവരുന്നുണ്ട്. അമിത വൈദ്യുതി പ്രവാഹമാണോ ഇതിന് കാരണമെന്ന് KSEB ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ പരിശോധന നടത്തും. കരാറുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഗുരുവായൂർ നഗരസഭയിലെ തെരുവ് വിളക്ക് പരിപാലനത്തിന് വേണ്ടി വാർഷിക മെയിൻ്റനൻസ് കരാർ എടുത്തിട്ടുള്ള കരാറുകാരൻ അതിൽ വീഴ്ച വരുത്തുന്നു. അക്കാര്യം നിരന്തരമായി അദ്ദേഹത്തെ വിളിക്കുകയും ഇടപെടുകയും ഇവരെല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ച് നിരവധി സന്ദർഭങ്ങളിൽ അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് കണക്കാക്കി ഗുരുവായൂർ നഗരം മുഴുവൻ ഇരുട്ടിലാണ് എന്നെല്ലാം പറയുന്നത് തികച്ചും രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. എന്നാൽ സോളാറിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിലെ തെരുവ് വിളക്കുകളും രാത്രി പ്രകാശിക്കുന്നില്ല. സർവീസ് റോഡിലെ ലൈറ്റുകൾ മാത്രമാണ് തെളിയുന്നത്. ഇതുമൂലം സന്ധ്യയാകുന്നതോടെ മേൽപ്പാലത്തിന് മുകളിൽ ഇരുട്ടാകും. പകൽ സമയത്തും തെരുവ് വിളക്കുകൾ കത്തിക്കിടക്കുന്നത് നഗരസഭയ്ക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വൈദ്യുതി പാഴാക്കി കളയുന്ന സമീപനത്തിൽ നിന്ന് നഗരസഭ പിന്മാറണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ. നിരവധി കേസുകളിൽ പ്രതിയായ പെരുവല്ലൂർ സ്വദേശി തച്ചപ്പുള്ളി വീട്ടിൽ വിവേകിനെ പാവർട്ടി പോലീസ് കാപ്പ ചുമത്തി നാടുകടത്തി. ഇയാൾ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ തൃശൂർ റേഞ്ച് DIGയുടെ ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്കാണ് നാടുകടത്തിയത്. കേരളത്തിൽ വീണ്ടും ഇടിമിന്നലോടുകൂടിയുള്ള ശക്തമായ മഴയെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏതാനും ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്.
ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതോടനുബന്ധിച്ച് നിലനിൽക്കുന്ന പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള നാറ്റ്പാക് ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ചിറങ്ങര, മുരിങ്ങൂർ, പേരാമ്പ്ര, ആമ്പല്ലൂർ എന്നിവിടങ്ങളിലാണ് ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചത്. അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി സെപ്റ്റംബർ 19 വിളിച്ചിരിക്കുന്ന കേസിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഗവേഷണ ഏജൻസിയായ നാറ്റ്പാക് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. നാട്ടുകാരുടെ പരാതിയും ഇവർ ചോദിച്ചറിഞ്ഞു. വ്യാഴാഴ്ചയാണ് സംഘം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകുന്നത്. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് സഞ്ജയ്, കേന്ദ്ര പൊതുമരാമത്ത് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സജീവ്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അശോക് കുമാർ, ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ എന്നിവർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് സ്ഥലങ്ങൾ സന്ദർശിച്ചത്. പാലിയക്കര ടോൾ വിഷയം ഹൈക്കോടതി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ടോൾ പിരിവ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് അതുവരെ തുടരും. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് ഹർജിക്കാരുടെ പരാതികൾ കൂടി പരിഗണിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം പ്രശ്നപരിഹാരത്തിനായി കളക്ടർ നൽകിയ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. ടോൾ പിരിവ് നിർത്തിവച്ചതിൽ വലിയ നഷ്ടമാണ് നേരിടുന്നതെന്നും ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യം ഉന്നയിച്ചിരുന്നു. ആർക്കും നഷ്ടമുണ്ടാക്കാനല്ല, പൊതു താൽപര്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിയമസഭയ്ക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുന്ന കോൺഗ്രസ് എംഎൽഎമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിസിസി എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, ബ്ലോക്ക് അംഗം MM സലീം, പഞ്ചായത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KR രാധിക തുടങ്ങിയവർ സംസാരിച്ചു. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ മാള മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന് സ്മാർട്ടാകുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ 5 വർഷം പിന്നിട്ടു. വില്ലേജ് ഓഫീസ് പൂർണ്ണമായി പ്രവർത്തിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. 2020 സെപ്റ്റംബർ 15 അന്നത്തെ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനാണ് മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം 1 വർഷം വില്ലേജ് ഓഫീസ് പൂട്ടിക്കിടന്നത് വാർത്തയായതിനെ തുടർന്ന് ജില്ലാ കളക്ടർ പ്രത്യേക ഉത്തരവിറക്കി ഒരു ജീവനക്കാരനെ നിയോഗിച്ചു. എന്നാൽ ഓഫീസ് തുറക്കുന്നതല്ലാതെ യാതൊരു സേവനവും നൽകാൻ സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. പിന്നീട് ജീവനക്കാരനെ ഒഴിവാക്കി ഓഫീസ് അടച്ചുപൂട്ടി. VR സുനിൽകുമാർ MLA ഇടപെട്ടതോടെ സ്ഥിരമായി ഒരു ജീവനക്കാരനെ നിയമിച്ചു. എന്നാൽ വില്ലേജ് ഓഫീസറുടെ കസേരയും മേശയും 5 വർഷമായി പൊടിപിടിച്ചു കിടക്കുകയാണ്. ജനങ്ങളുടെ അപേക്ഷ വാങ്ങി പൊയ്യ വില്ലേജിലേക്ക് കൊണ്ടുപോകുന്ന ജോലി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1861 ചതുരശ്രയടി വിസ്തീർണത്തിൽ കെട്ടിടം നിർമ്മിച്ചത്. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് തുറക്കുന്നതിനായി 4 വർഷമായി നിയമപോരാട്ടം നടത്തിവരികയാണ്. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് തുറക്കാൻ കഴിയാതെ സർക്കാർ ഇപ്പോൾ 6 മാസത്തെ സാവകാശം തേടിയിരിക്കുകയാണ്. TCV ന്യൂസ്, മാള. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മാള ഡോക്ടർ രാജു ഡേവിസ് സ്കൂൾ ഹോസ്റ്റലിലെ വാർഡൻ 2 കുട്ടികളെ അടിച്ചെന്ന പരാതിയിൽ മാള പോലീസ് കേസെടുത്തു. സ്കൂൾ വാർഡൻ ആനിക്കെതിരായാണ് കേസെടുത്തിട്ടുള്ളത്. 5ാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ടും 7ാം ക്ലാസ്സുകാരനെ കൈക്കൊണ്ടും അടിച്ചെന്നാണ് പരാതി. 2 കുട്ടികളെയും ഞായറാഴ്ച 2 സമയങ്ങളിൽ അടിച്ചെന്നാണ് പരാതിയുള്ളത്. തിങ്കളാഴ്ച വൈകിട്ട് 2 കുട്ടികളെയും കാണാതായതുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ടായിരുന്നുവെങ്കിലും അന്ന് തന്നെ തൃശൂരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. തൃശൂർ സ്വദേശിയായ കുട്ടി സ്കൂളിൽ നിന്ന് ഹോസ്റ്റലിൽ എത്താതെ മറ്റു കുട്ടികൾക്കൊപ്പം 3 തവണ പുറത്തുപോയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇവിടെ നിർത്താനാകില്ലെന്നും അമ്മയെ അറിയിച്ചിരുന്നുവെന്നും ഇക്കാര്യത്തിലുള്ള വിരോധമാകാം ആരോപണത്തിന് കാരണമായത് എന്നുമാണ് സംശയിക്കുന്നതെന്നും സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അറിയിച്ചു.
പരാതിയുടെ അടിസ്ഥാനത്തിൽ വാർഡനെ സസ്പെൻഡ് ചെയ്തതായും സ്കൂൾ അധികൃതർ അറിയിച്ചു. ഗുരുവായൂരിൽ നിരോധിത മേഖലയിൽ കച്ചവടം നടത്തിയ ഉന്തുവണ്ടി നഗരസഭ പിടിച്ചെടുത്തു. മഞ്ജുളാലിന് മുന്നിൽ പഴം, കൊള്ളി എന്നിവ കച്ചവടം നടത്തിയിരുന്ന വണ്ടിയാണ് ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത്. ദിവസങ്ങളായി മുന്നറിയിപ്പ് നൽകിയിട്ടും കച്ചവടം തുടർന്നതിനാലാണ് വണ്ടി പിടിച്ചെടുത്തതെന്ന് ക്ലീൻ സിറ്റി മാനേജർ KS അശോക് കുമാർ പറഞ്ഞു. പിഴ ഈടാക്കിയ ശേഷം വണ്ടി വിട്ടു നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഭാഗമായി കൊടകരയിൽ സനാതന ധർമ്മ സദസ്സ് സംഘടിപ്പിച്ചു. കൊടകര പുനിലാർക്കാവ് ക്ഷേത്രം കാർത്തിക ഭജന മണ്ഡപത്തിൽ നടന്ന സനാതന ധർമ്മ സദസ്സ് മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആചാര്യൻ സ്വാമി ദേവചൈതാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സ്വാമി അയ്യപ്പദാസ്, തൃശൂർ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സ്വാമി നന്ദാത്മജ, അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി വേദാമൃതപുരി, വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി ശുദ്ധവിഗ്രഹാനന്ദ തീർത്ഥപാദർ, MV മധുസൂദനൻ, സത്യൻ കുറുവത്ത് എന്നിവർ സംസാരിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തിയ നിക്ഷേപ തട്ടിപ്പിൽ മാള സ്വദേശികൾക്ക് നഷ്ടമായത് 27.87 ലക്ഷം രൂപ. മാള സ്വദേശികളായ ശങ്കരനാരായണൻ, നാഗരാജ് എന്നിവരുടെ പരാതിയിലാണ് 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരിങ്ങാലക്കുടയിലെ വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി സൊസൈറ്റിയിൽ 2 പേരും 16.87 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത്. സൊസൈറ്റി ഡയറക്ടർ മഞ്ചേരി പയ്യനാട് ചിത്രാലയം വീട്ടിൽ സജീഷ് കുമാർ ഉൾപ്പെടെ 12 പേർക്കെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. സദേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലാണ് മറ്റൊരു നിക്ഷേപ തട്ടിപ്പ് നടന്നതെന്ന് രണ്ടാമത്തെ പരാതിയുള്ളത്. സ്ഥാപനത്തിന്റെ പ്രധാനിയായ പറവൂർ മന്നം സ്വദേശി ചന്ദ്രകാന്തം വീട്ടിൽ C രാജേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് കേസെടുത്തത്. തൃശൂർ എറവ് ആറാംകല്ല് പെരുമ്പുഴ പാടത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചൊവ്വാഴ്ച രാത്രി നടന്ന അപകടത്തിൽ എടമുട്ടം സ്വദേശിയായ 27-കാരൻ അബു താഹിറാണ് മരിച്ചത്. തൃശൂരിലേക്ക് പോയിരുന്ന കാർ എതിരെ വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ് ഗുരുതര പരിക്കേറ്റ അബു താഹിറിനെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചിറനെല്ലൂർ തലക്കോട്ടുകര സ്വദേശിയായ യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിലായി. പൂത്തോൾ സ്വദേശിയായ കർളിപ്പറമ്പിൽ വീട്ടിൽ നിഷാദ, നെടുപുഴ വടൂക്കര സ്വദേശിയായ മുനപ്പിൽ വീട്ടിൽ അഭിഷേക് എന്നിവരെയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നായ്ക്കനാലിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം. ചിറനെല്ലൂർ സ്വദേശിയായ യുവാവിന്റെ സുഹൃത്ത് നായ്ക്കനാലിൽ വെച്ച് തർക്കത്തിലേർപ്പെട്ടത് പരിഹരിക്കാൻ ചെന്നപ്പോൾ പ്രതികൾ ദേഹോപദ്രവം ചെയ്യുകയും കത്തികൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. കൊടുങ്ങല്ലൂർ എൽത്തുരുത്തിൽ നടന്ന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സംവാദവേദിയിൽ DCC അംഗം, തൃശൂർ DCC മെമ്പറും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ CG ചെന്താമരാക്ഷനാണ് കലുങ്ക് സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തത്. ചെന്താമരാക്ഷൻ പ്രസിഡന്റായുള്ള ശ്രീവിദ്യ പ്രകാശിനി സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പരിപാടി. സഭാ പ്രസിഡന്റ് എന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് ചെന്താമരാക്ഷന്റെ വിശദീകരണം. വാടാനപ്പള്ളി ബീച്ച് സംരക്ഷണത്തിന് ശാശ്വത പരിഹാരം നടപ്പിലാക്കണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 200 മീറ്ററിലധികം തീരദേശ ഭൂമി കടലെടുക്കുകയും 100-ലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ തീരദേശ വാർഡുകളിലെ പകുതിയോളം സ്ഥലങ്ങൾ കടലെടുത്തു പോകും. ഇപ്പോൾ നടക്കുന്ന കടൽഭിത്തി നിർമ്മാണം ശാശ്വതമായ പരിഹാരമല്ലെന്നും കടലേറ്റം തടയുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് നടത്തിയ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശാശ്വതമായ നടപടികളാണ് വേണ്ടതെന്നും SDPI ആവശ്യപ്പെട്ടു. SDPI പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ വലിയത്ത്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സനോബർ, ഷെറീന ഷഹീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ കർഷകർ വിത്തിറക്കി. 310 ഏക്കർ വിസ്തൃതിയുള്ള കോൾപ്പടവിൽ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷിയിറക്കിയത്. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ വിത ഉത്സവം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഹരി മഞ്ചരമ്പത്ത് അധ്യക്ഷനായിരുന്നു. വെങ്കിടങ്ങ് കൃഷി ഓഫീസർ ആയിഷ അദീന, കോൾപ്പടവ് കമ്മിറ്റി ഭാരവാഹികളായ AR രവീന്ദ്രൻ, ബിജോയ് പെരുമാട്ടിൽ, PA ഹാരിസ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു.
ദിനപത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ആൽബമാക്കി സൂക്ഷിക്കുകയാണ് എരുമപ്പെട്ടി പാത്രമംഗലം ചുങ്കത്ത് വീട്ടിൽ ഫ്രാൻസിസ്. 18 വർഷമായി ഫ്രാൻസിസ് ഈ വിനോദം തുടങ്ങിയിട്ട്. എരുമപ്പെട്ടിയിലെ ബിൽഡിംഗ് മെറ്റീരിയൽ സെയിൽസ് ഷോപ്പിന്റെ ഉടമയാണ് ഫ്രാൻസിസ്. കൗതുകം, ആശ്ചര്യം, സങ്കടം, ദുരന്തം, ഉൾക്കാഴ്ചകൾ തുടങ്ങിയ വാർത്തകൾ വേർതിരിച്ച് പ്രത്യേകം ഫയലുകളിലാണ് സൂക്ഷിക്കുന്നത്. ഓരോ ആൽബത്തിനും വിഷയത്തിനനുസൃതമായ പേരുകളും നൽകിയിട്ടുണ്ട്. പേപ്പറിലെ എല്ലാ കട്ടിങ്ങുകളും സാധാരണ രീതിയിൽ ഞാൻ കട്ട് ചെയ്യാറില്ല. വളരെ ആശ്ചര്യമായിട്ടുള്ള സംഭവങ്ങളും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ 18 വർഷത്തെ കളക്ഷൻസുകളുണ്ട്. അതിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിന്റെ നേർക്കാഴ്ചകളായ വാർത്തകളും ചിത്രങ്ങളും പ്രത്യേകം ആൽബമാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. യുദ്ധങ്ങളുടെയും യുദ്ധക്കെടുതികളുടെയും വാർത്തകളും ചിത്രങ്ങളും ആൽബത്തിലുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് വാർത്തകളും ചിത്രങ്ങളുമാണ് ഫ്രാൻസിസിന്റെ ശേഖരത്തിലുള്ളത്. പേജുകൾ കേടുവരാതിരിക്കാൻ ലാമിനേറ്റ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. SNDP യോഗം ഗുരുവായൂർ യൂണിയന്റെ 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഗുരുദേവ സമാധി ദിനാചരണത്തിന് തുടക്കമായി. യൂണിയൻ ആസ്ഥാന മന്ദിരത്തിൽ ഗുരുപൂജ, ഗുരുപുഷ്പാഞ്ജലി, അഷ്ടോത്തര നാമാവലി, ഭജനാവലി എന്നിവയുണ്ടായിരുന്നു. ആത്മീയ സദസ്സ് യൂണിയൻ പ്രസിഡന്റ് PS പ്രേമാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി PA സജീവൻ അധ്യക്ഷത വഹിച്ചു. ശിവഗിരി മഠം സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ, MA ചന്ദ്രൻ, AS വിമലാനന്ദൻ, PP സുനിൽകുമാർ, CA സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനെല്ലൂർ ശ്രീ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ ഓസോൺ ദിനാചരണത്തിന്റെ ഭാഗമായി ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ PK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കിരൺ മോഹൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തെക്കേപ്പാട്ട്, ഡോക്ടർ R. സ്മിത, NSS കോർഡിനേറ്റർ CS സനിത തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തൃശൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ യൂണിയൻ വൈസ് പ്രസിഡന്റ് PR ശേഖർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി രാജൻ ചേറ്റുപുഴ, പ്രൊഫസർ ഡോക്ടർ CB ദേവാനന്ദ്, സ്വപ്ന സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ മസ്ദൂർ സംഘം ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റി തൊഴിലാളി മുന്നേറ്റ പദയാത്ര നടത്തി. പദയാത്ര BMS സംസ്ഥാന സമിതി അംഗം P. ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി PK അറുമുഖൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ, വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, സൂരജ് കോട്ടപ്പടി, സുഭാഷ് മണ്ണാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി കോടാലി ടൌൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. PM ബിനോയ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഹരിദാസ് വട്ടോലി അധ്യക്ഷത വഹിച്ചു. സോജി തുമ്പരത്തുകുടി, നിതിൻ പേരുക്കുടി, സിജു തുമ്പരത്തുകുടി എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ വിശ്വകർമ്മ സമാജം വാർഷിക പൊതുയോഗവും വിശ്വകർമ്മ ജയന്തി ആഘോഷവും നടത്തി. സാംസ്കാരിക സമ്മേളനം മേജർ ജനറൽ ഡോക്ടർ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് PV അയ്യപ്പൻ അധ്യക്ഷനായി. ഹാരിഷ് V. ബാബു, പഞ്ചായത്ത് അംഗം MU ബിനിൽ, KM പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വകർമ്മ മഹാസഭ മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം നടത്തി. നെടുമ്പാളിൽ നടന്ന ആഘോഷ പരിപാടികൾ സംസ്ഥാന സെക്രട്ടറി AV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ജഗദീഷ് K. ഗോപാൽ അധ്യക്ഷത വഹിച്ചു. AR സുബ്രഹ്മണ്യൻ, KK വേണുഗോപാൽ, ജിജി അരവിന്ദാക്ഷൻ, VN രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കവിയും എഴുത്തുകാരനുമായ R. ശരത് ചന്ദ്ര കർത്തയുടെ 5ാമത്തെ പുസ്തകമായ കരിയില പക്ഷി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ആദ്യ കോപ്പി സംസ്കാര മിഷൻ ചെയർമാൻ വിളമ്പത്ത് രവീന്ദ്രന് നൽകി പ്രകാശനം നിർവഹിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം EM സതീശൻ അധ്യക്ഷത വഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ, കഥാകൃത്ത് K. ഉണ്ണികൃഷ്ണൻ, കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, വായനശാല പ്രസിഡന്റ് ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം പിറന്നാൾ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നടന്ന മധുര വിതരണം സിറ്റി ജില്ലാ സെക്രട്ടറി EP ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ഭാരവാഹികളായ രശ്മി ഷിജോ, KV അരുണഗിരി, NS ഉണ്ണിമോൻ, ഗോകുൽ കരിപ്പിള്ളി എന്നിവർ സംസാരിച്ചു.
എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിച്ചു നൽകിയ UV പ്ലാന്റിന്റെയും വാട്ടർ വെസലിന്റെയും ഉദ്ഘാടനം നടന്നു. വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A. മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ, സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ, എരുമപ്പെട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. സൂര്യഭാരതി ഫൗണ്ടേഷൻ പേരാമംഗലം ശ്രീ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഥാപിച്ച ലിഫ്റ്റിന്റെയും 50 CCTV ക്യാമറകളുടെയും സമർപ്പണം നടന്നു. സൂര്യഭാരതി ഫൗണ്ടേഷൻ ചെയർമാൻ KP മനോജ് കുമാർ സമർപ്പണം നിർവഹിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മനോജ് കുമാറിനെ മാനേജ്മെന്റ് ആദരിച്ചു. സ്കൂൾ മാനേജർ MV ബാബു അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ MS രാജു, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ K സ്മിത, LP വിഭാഗം പ്രധാനാധ്യാപകൻ K സുരേഷ് ബാബു, V ശ്രീനിവാസൻ, KV ഷാജു, സൂര്യഭാരതി ഫൗണ്ടേഷൻ ഡയറക്ടർ K കേശവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് 13ാം വാർഡിലെ മണ്ണാന്ത്ര റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. ജില്ലാ പഞ്ചായത്തിന്റെ 41 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം നടന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ്, വാർഡംഗം സൌമ്യ സുഗു തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ചാലക്കുടി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KV പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ AV റിജു, അശോകൻ കൊടക്കാട്ടിൽ, SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, KPS സംസ്ഥാന കമ്മിറ്റി അംഗം MK അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,240 രൂപ, പവന് 81,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 95 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച കോഴിക്കോട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED പിടിച്ചെടുത്ത പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാരാണ് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സിനിമാ കഥാപാത്രങ്ങളിൽ നിന്നും പുറത്തിറങ്ങാൻ തനിക്ക് സൌകര്യമില്ലെന്നും സുരേഷ് ഗോപി. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച യുവാവിന് ട്രിപ്പിൾ ജീവപര്യന്തം വിധിച്ച് കോടതി. പുന്നയൂർ കല്ലിവളപ്പിൽ വീട്ടിൽ ഷെഫീഖിനെയാണ് ശിക്ഷിച്ചത്. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. കാഞ്ഞിരക്കോട് സ്വദേശികളെയാണ് വനം വകുപ്പ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി മൂർത്തിയടം സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ആദ്യമായാണ് ഇദ്ദേഹം മേൽശാന്തിയാകുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.